ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെ നയിക്കുമാറാകട്ടെ. ഫിലിപ്പസിന്റെ വ്യവസ്ഥാ നിയമം എന്ന പരമ്പരയിൽ ഇന്നലത്തെ പോലെ തന്നെ വിശേഷമായ മറ്റൊരു പാറ്റേണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഇന്റഗ്രൽ പാറ്റേൺ എന്നുള്ളതാണ്. സമഗ്ര വിന്യാസം. സമഗ്രത എന്നുള്ള പദത്തെ നമുക്കറിയാമല്ലോ. ഇന്റഗ്രൽ പാറ്റേൺ യുണൈറ്റ് എമർജൻസ് ആൻഡ് ഹോലോൺ ബ്ലെൻഡിങ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി. സമഗ്ര വിന്യാസങ്ങളിൽ അടുത്തത് മുഖ്യമായത് സമഗ്ര വിന്യാസമാണ്. അതുപ്രകാരം ഒരു വ്യവസ്ഥ എന്നത് അതിന്റെ ഘടകങ്ങളുടെ ആകത്തുകയല്ല, അതിലും അധികമായ സമഗ്രതയാണ്. ഇതിൽ വിരുദ്ധങ്ങളെന്ന് തോന്നാവുന്ന രണ്ട് ഉപവിന്യാസങ്ങൾ കാണാം. എമർജൻസ് എന്ന ഉത്ഭവ വിന്യാസം വ്യവസ്ഥയുടെ ഓരോരോ ഘടകങ്ങളിൽ കാണാനാകാത്ത പല ഗുണങ്ങളും പെരുമാറ്റങ്ങളും ആ ഘടകങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ പ്രത്യക്ഷമാക്കുന്നു. ഇവിടെ ഘടകങ്ങൾ വൈവിധ്യമുള്ളവയാണ്, എന്നാൽ അവ വിശിഷ്ടമായി ഒത്തുചേരുമ്പോൾ സിനർജി എന്ന സഹശക്തി പ്രകടമാക്കുന്നു. ഹോളോൺ എന്ന സ്വയംപൂർണ്ണ വിന്യാസം ഓരോ ഘടകങ്ങളിലും വ്യവസ്ഥയിലും ഒരുപോലെ സ്വയംപൂർണ്ണത പ്രദർശിപ്പിക്കുന്നു. ഇവിടെ ഘടകങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും പൂർണ്ണതയുള്ളവയാണ്. ഈ രണ്ട് വിന്യാസങ്ങളും ചേർന്ന് നിൽക്കുകയും ഒരേ സമയം വൈവിധ്യവും ഏകതയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ആകത്തുകയത്രേ സമഗ്ര വിന്യാസം. ഈ വ്യവസ്ഥയുടെ പ്രകട സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിവരിക്കാറുള്ള 6 വിന്യാസങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ പ്രതിലീനമായിരിക്കുന്ന ചിലത് പ്രവർത്തിക്കുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവുന്നത്, പക്ഷെ അവയിൽ ലീനമായിരിക്കുന്ന ചിലത് പറഞ്ഞാൽ എല്ലാവർക്കും ബോധ്യമാകണമെന്നില്ല. അതിലൊന്നാണ് സമഗ്രത എന്നത്. ശാസ്ത്രീയമായി കാര്യങ്ങളെ വളരെ ആഴത്തിൽ അന്വേഷിക്കുന്നു എന്ന് സ്വയം വിശ്വസിക്കുന്ന പലർക്കും സമഗ്രത എന്ന പദത്തിന്റെ ആവശ്യമോ സാന്നിധ്യമോ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യമോ മനസ്സിലാവുക തന്നെയില്ല. അപ്പോ അത്തരത്തില് പലർക്കും മനസ്സിലാകാതെ പോകുന്ന, ബുദ്ധിയുള്ളവർക്ക് പോലും മനസ്സിലാകാതെ പോകുന്ന ഒരു വിന്യാസമാണ് സമഗ്ര വിന്യാസം. എല്ലാം ചേർന്നിരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് സമഗ്രത എന്ന് പറയുന്നത്. ഇന്റഗ്രൽ പാറ്റേൺസ് യുണൈറ്റ് എമർജൻസ് ആൻഡ് ഹോളോൺ. എമർജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉത്ഭവം, പ്രത്യക്ഷമാകൽ എന്നൊക്കെ പറയാം. നമുക്ക് പ്രത്യക്ഷമാകലിന്റെ ഒരു അവസ്ഥയെ നമ്മൾ അറിയുന്നത് ഇപ്പൊ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന പുരാണ സംവിധാനങ്ങളിലാണ്. അപ്പോ അതൊക്കെ ഒരു കഥയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സത്യത്തിൽ അത് ഇവിടെ പ്രകടമായിട്ടുള്ളതാണ്. നോക്കൂ, ഇപ്പോ ജനനത്തെക്കുറിച്ച് ഈ ഒരു കുഞ്ഞിന്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് അറിയാം. ഇങ്ങനെ മാതാപിതാക്കൾ ഇണ ചേർന്നിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്, പ്രസവത്തിലൂടെയാണ് കുഞ്ഞുണ്ടാകുന്നത്. പക്ഷെ ഒരു പ്രസവം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ, സത്യത്തിൽ അന്തം വിട്ട് നിന്നു. അത്രയും ചെറിയ എലിക്കുഞ്ഞു പോലൊരു ജീവി അവിടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പ്രത്യക്ഷമാകുന്നത് കാണുമ്പോൾ അതിന്റെ ഉറവിടം തേടി പോകുന്ന സമയത്ത് ഇണചേരുക എന്നുള്ള പ്രോസസ്സിന് തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കറിയാത്ത കുറെ ശാസ്ത്രീയമായി നമ്മളിങ്ങനെ വിശദീകരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് അത്ഭുതമാണെന്ന് നോക്കൂ, അത് അവിടെ നിന്ന് ഇങ്ങനെ ഉരുവായി പലതിലൂടെ കടന്നു പോയിട്ട് ഈ വിശദീകരണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുക പോലുമില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അവസാനം ആ കുഞ്ഞായി പ്രത്യക്ഷമാകുന്നു. ആ കുഞ്ഞ് വളർന്നു വലുതായിട്ട് അമ്മയിലും അച്ഛയിലും വലുതായിട്ടുള്ള ഒരു രൂപമായി മാറുന്നതൊക്കെ നമുക്ക് പ്രകടമായി കാണുന്നതാണ്. അപ്പോൾ ഈ പ്രത്യക്ഷമാകൽ എന്നുള്ളത് ജീവിതത്തിൽ എല്ലായിടത്തും കാണാവുന്നതാണ്. ഇല്ലാതിരുന്ന ഒന്ന് പെട്ടെന്നൊന്ന് പ്രകടമാകുന്ന ഒരവസ്ഥ. ആ കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ അച്ഛൻ നടക്കുന്ന പോലെ നടക്കുന്നതാണ്. അമ്മയാണ് പെറ്റത്, അച്ഛൻ നടക്കുന്നത് പോലെ നടക്കുന്നതാണ്. അച്ഛന്റെ മുഖത്തെ ചില പാടുകൾ കുഞ്ഞിന്റെ മുഖത്ത് കാണാം. അച്ഛൻ പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെ കുഞ്ഞും പ്രവർത്തിക്കുന്നത് കാണാം.
ആ ഏകത, കുഞ്ഞിനുണ്ടായിരുന്ന അല്ല അച്ഛനുണ്ടായിരുന്ന ആ ഒരു യുണീക്ക് ക്യാരക്ടർ എന്ന് പറയുന്ന സംഭവം, അച്ഛന്റെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ചില ഗുണവിശേഷങ്ങൾ കുഞ്ഞിലും അതുപോലെ തെളിഞ്ഞു കാണും. നമ്മളതിനെ പാരമ്പര്യം എന്നൊക്കെ വിളിക്കും സാധാരണ. പക്ഷെ അച്ഛനുണ്ടായിരുന്ന സ്വയം പൂർണ്ണത കുഞ്ഞിലും കാണും. അച്ഛനിലും കുഞ്ഞിലും ഒരുപോലെ തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അത്ഭുതങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിന്റെ ആകത്തുകയാണ് നമ്മൾ സമഗ്രത എന്ന് പറയുക. സമഗ്രത എന്ന് വെച്ചാൽ എല്ലാം കൂടെ ചേർന്നതാണ് സമഗ്രത. ഒരു വ്യവസ്ഥ എന്നത് അതിന്റെ ഘടകങ്ങളുടെ ആകത്തുകയില്ല, അതിലും അധികമായ സമഗ്രതയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു വ്യവസ്ഥയാകണമെങ്കിൽ അതിന്റെ കുറെ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാകുന്നതല്ല എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുക. ഇവയെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സമഗ്രമായി. കോറം തികഞ്ഞാൽ മതി. ഇതിൽ ആരൊക്കെ വരാനുണ്ടോ അതിന്റെ എല്ലാവരും കൂടെ കൂട്ടി അതിന്റെ അറ്റൻഡൻസ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് സമ്പൂർണമായി എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയല്ല. അവയെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഓർക്കസ്ട്രേഷൻ, എല്ലാവരും കൂടെ ചേർത്ത് ഇപ്പൊ ഒരു വേദിയിൽ ഒരു ഓർക്കസ്ട്ര കയറിയിരിക്കുന്നു. ഇപ്പൊ ഓർക്കസ്ട്ര തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കൊട്ടിയും മുട്ടിയും ശബ്ദം ഉണ്ടാക്കിയും ഒക്കെ ഇങ്ങനെ അവിടെ ഇരിക്കും. അത് ഓർക്കസ്ട്ര ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കസ്ട്ര ടീമാണ്, ഓർക്കസ്ട്ര ആയിട്ടില്ല. ഓർക്കസ്ട്ര ആകണമെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പാട്ട് പാടും. എല്ലാവരും കൂടെ ചേർന്ന് അതിനൊപ്പം ഒരു രീതിയിൽ ഇളകി മറിഞ്ഞു പോകുമ്പോഴാണ് ആ ഓർക്കസ്ട്രയാവുന്നത്. അവർക്കാണ് ഒരു സംഗീതത്തെ പൊഴിക്കാൻ കഴിയുക. ആ അവസ്ഥയിൽ അവർ മേളിക്കണം. അപ്പോ അതാണ് ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു വ്യവസ്ഥ സമഗ്രമാകുന്നത് അവയെല്ലാം കൂടെ, അതിന്റെ ഘടകങ്ങളെല്ലാം കൂടെ ഒരു പ്രത്യേക രീതിയിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പറയുന്നത് വ്യവസ്ഥ എന്നത് അതിന്റെ ഘടകങ്ങളുടെ ആകത്തുകയല്ല, അതിലും അധികമായ സമഗ്രതയാണ് എന്നുള്ളത്. ഇതിൽ ഈ സമഗ്രത എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് വിരുദ്ധങ്ങളായ രണ്ട് വിന്യാസങ്ങൾ. സമഗ്രത ഒരു വിന്യാസമാണ്. ആ സമഗ്ര വിന്യാസത്തെ, ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ആ വിന്യാസം പൂർണ്ണമാണെങ്കിൽ വിരുദ്ധമാകുന്ന രണ്ട് കാര്യങ്ങൾ ഒത്തുചേരണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്ന് എമർജൻസ് എന്ന അഥവാ ഉത്ഭവ വിന്യാസം. നേരത്തെ പറഞ്ഞു കുഞ്ഞു പ്രത്യക്ഷമാകുന്നു എന്ന് പറയുന്ന പോലെ കുഞ്ഞു പ്രത്യക്ഷമാകുന്നതിന്റെ സയൻസും ജീവശാസ്ത്രവും എല്ലാ ശാസ്ത്രവും നമുക്കറിയാം. പക്ഷെ വ്യവസ്ഥയിൽ ഇതെങ്ങനെ ആവുന്നു എന്നുള്ളതാണ് എമർജൻസ് എന്ന ഉത്ഭവ വിന്യാസം. വ്യവസ്ഥയുടെ ഓരോരോ ഘടകങ്ങൾ കാണാനാകാത്ത പല ഗുണങ്ങളും പെരുമാറ്റങ്ങളും ആ ഘടകങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ പ്രത്യക്ഷമാക്കുന്നു. എമർജൻസ് വെച്ചാൽ വെളിപ്പെടൽ, ഉത്ഭവിക്കൽ എന്നുള്ളതാണ്. അത് വ്യവസ്ഥയുടെ ഓരോരോ ഘടകങ്ങളില് കാണാനാകാത്ത ആട്രിബ്യൂട്ട്സ്. ഒരു ഘടകത്തെ എടുത്തു, നമ്മുടെ കയ്യെ എടുത്തു. ആ കയ്യെ എടുത്തു കഴിഞ്ഞാൽ കൈക്ക് ചില ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. കൈക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? കൈ നിൽക്കുന്ന ഇടത്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കാൻ കഴിയുമായിരിക്കും അല്ലെ? കൈക്ക് എന്താ പറയാ, ശരീരത്തിലുള്ള പല ഗുണങ്ങളും കൈക്കില്ല. കൈക്ക് കൈയുടെ മാത്രം സ്വഭാവവിശേഷമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോ ഈ വിധത്തില് ഒരു ഘടകത്തിന് പല ഗുണങ്ങളും ഉണ്ടാവില്ല, എന്നാൽ അതൊരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതായിട്ട് മാറും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എമർജൻസ് എന്ന് പറയുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ പ്രത്യക്ഷമാകുന്നത്. സൈക്കിളിന്റെ ഘടകഭാഗങ്ങളെല്ലാം ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന സമയത്ത് അതിന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. ഒരു കമ്പിക്ക് ബാലൻസ് ചെയ്യാൻ കഴിയില്ല, ഒരു നെറ്റിന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല, യാത്ര ചെയ്ത് പോകാൻ കഴിയില്ല, ഒരു ചെയിനിന് അത് കഴിയില്ല, ടയറിന് കഴിയില്ല. പക്ഷെ ഇവയെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സൈക്കിൾ എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരാളെയും ചുമന്ന് വട്ടത്തിൽ ചലിച്ച് നീളത്തിൽ പോയിക്കൊണ്ടിരിക്കാൻ ലോഡും കയറ്റി ബാലൻസ് ചെയ്ത് പോകുവാനുള്ള ശേഷി വന്നു ചേരും. ഇത് ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ പ്രത്യക്ഷമാകുന്നതാണ്. ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രം പ്രത്യക്ഷമാകുന്നതാണ്. അതിനാണ് എമർജൻസ് എന്ന് പറയുക. അപ്പോ ഘടകങ്ങൾക്കില്ലാത്ത ഗുണം വ്യവസ്ഥയ്ക്കുണ്ട്, വ്യവസ്ഥയ്ക്കുള്ള ഗുണം ഘടകങ്ങൾക്കില്ല. ഈ ഒരു അവസ്ഥയാണ് എമർജൻസ് എന്ന് പറയുന്നത്. അവിടെ ഈ ഘടകവും വ്യവസ്ഥയും രണ്ടു തരം സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒത്തുചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ, എല്ലാം കൂടെ ചേരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് എമർജൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഘടകങ്ങളെല്ലാം തന്നെ വൈവിധ്യമുള്ളതാണ്. ഒന്നിന് കമ്പിക്കൊരു സ്വഭാവം, നെറ്റിനൊരു സ്വഭാവം, ടയറിനൊരു സ്വഭാവം, എല്ലാം വൈവിധ്യമുള്ളതാണ്. എന്നാൽ അവയെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ഈ സഹശക്തി
എന്നുള്ളൊരവസ്ഥ, സിനർജി എന്നുള്ള ആ ഒരു അവസ്ഥ പ്രകടമാകുന്നത്. ഈ ഒത്തുചേരുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്നതാണ് അത്. ആ ഒത്തുചേരൽ എന്നുള്ളതാണ് സമഗ്രത എന്ന് പറയുന്നത്. സമഗ്രമാകുന്ന സമയത്താണ് സഹശക്തി പ്രകടമാകുക, എമർജൻസി പ്രകടമാകുക. ഇനി ഇതിന്റെ മറ്റൊരു സൈഡ് നോക്കുക. ഹോളോൺ എന്ന് പറയുന്ന ഒരു സ്വയംപൂർണ്ണ വിന്യാസമുണ്ട്. ഹോളോൺ എന്ന് വെച്ചാൽ സ്വയംപൂർണത എന്ന് മനസ്സിലാക്കിയാൽ മതി. സ്വയംപൂർണത എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഘടകത്തെ എടുത്തു കഴിഞ്ഞാൽ, ഒരു ടയർ എടുക്കുക. ആ ടയറിനെ എടുത്തു കഴിഞ്ഞാൽ, ടയർ എന്ന് പറയുന്നത് വട്ടത്തിലിരിക്കുന്ന ഒരു സാധനം, കുറെ കമ്പിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിന് സത്ത നമ്മൾ പേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ ചേർന്ന ഒരു ടയറാണ്. അതിങ്ങനെ റോഡിലല്ല ഒരു വഴിയിലേക്ക് നമ്മളിങ്ങനെ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ ഉരുണ്ടു പൊക്കോളും. ഒറ്റക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ ആ സാധനം അതാണ്. അതിന് വലിയ വ്യവസ്ഥയായിട്ട് സ്വഭാവമില്ല നമ്മൾ മുമ്പേ പറഞ്ഞു, കാര്യമൊക്കെ ശരി. പക്ഷെ ഈ ഹോളോൺ എന്ന് പറയുന്നത് ആ പൂർണ്ണത എന്നുള്ളൊരവസ്ഥയിൽ അതിന് മുഴുവനായിട്ടുണ്ട്. അതിനൊരു ബൗണ്ടറി ഉണ്ട്, അതിനൊരു രൂപമുണ്ട്, അതിനിരിക്കാനുള്ള സ്ഥലമുണ്ട്, അതിനൊരു കാലമുണ്ട്. ഈ ടയർ സ്വയംപൂർണ്ണമാണ്. സൈക്കിൾ സ്വയംപൂർണ്ണമാണ്. സൈക്കിളിന് ഒരു രൂപമുണ്ട്, സൈക്കിളിന് ഒരു ഷേപ്പ് ഉണ്ട്, സൈക്കിളിന് ഒരു പ്രവർത്തനമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സൈക്കിൾ സ്വയംപൂർണ്ണമാണ്. അപ്പൊ ഈ സ്വയംപൂർണ്ണത എന്നുള്ളത് ഒരു വ്യവസ്ഥയ്ക്കുള്ള സ്വഭാവമാണ്. അത് വലിയ വ്യവസ്ഥയ്ക്കുണ്ട്, സഹവ്യവസ്ഥയ്ക്കുണ്ട്, ഉപവ്യവസ്ഥയ്ക്കുണ്ട്, എല്ലാ വ്യവസ്ഥകൾക്കും ഉണ്ട് സ്വയംപൂർണ്ണത എന്നുള്ളത്. താൻ എന്തായിരിക്കുന്നു ആ അവസ്ഥയിൽ അത് പൂർണ്ണമാണ്. ഇതാണ് ഹോളോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തിലുള്ളത് മറ്റേ പ്രാഥമിക അണുവിലും ഉണ്ടാവും എന്ന് പറയുന്നത്. മാക്രോകോസത്തിലുള്ളത് മൈക്രോകോസത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നത് ഈ ഹോളോൺ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ്, സ്വയംപൂർണ്ണ വിന്യാസം വെച്ചിട്ടാണ്. അപ്പോ ഇവിടെ ഓരോ ഘടകങ്ങളും ഓരോ വ്യവസ്ഥയും, ഇപ്പൊ ഘടകവും വ്യവസ്ഥയാണ്, സുപ്രാ സിസ്റ്റം എന്ന് പറയുന്ന ഉപരിവ്യവസ്ഥയും വ്യവസ്ഥയാണ്. ഇവയുടെ എല്ലാം തന്നെ സ്വയംപൂർണ്ണത എന്നുള്ള അവസ്ഥയുണ്ട്. ഇവയെല്ലാം തന്നെ സ്വയംപൂർണ്ണത പ്രദർശിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാം തന്നെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ഈ ഓരോ ഘടകങ്ങൾക്കും പൂർണ്ണതയുണ്ട്. അപ്പോ രണ്ട് തരത്തിലാണ് പറയുന്നത്. അതായത് എമർജൻസി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചില സ്വഭാവവിശേഷങ്ങളില്ല, ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സ്വഭാവവിശേഷം. അപ്പോൾ ചേർന്ന് നിൽക്കുന്നതാണ് ശരി എന്ന് പറയുന്നതാണ് എമർജൻസിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ സമഗ്രമാകുന്നതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ പറഞ്ഞ ക്രമം, ഒറ്റയ്ക്ക് നിൽക്കുക, അല്ലെങ്കിൽ ഘടകങ്ങളായി നിൽക്കുക, സമഗ്ര വ്യവസ്ഥയായിട്ട് നിൽക്കുക. ഇതിന്റെ ഇടയിൽ സമഗ്രതയുടെ തന്നെ മറ്റൊരു സ്വഭാവമാണ് ഈ സ്വയംപൂർണ്ണത എന്നുള്ളത് ഓരോന്നിനും നൽകി വ്യതിരിക്തത സൂക്ഷിക്കുന്നു എന്നുള്ളത്, യുണീക്നെസ് സൂക്ഷിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഒരേ സമയം വൈവിധ്യവും ഏകതയും പ്രദർശിപ്പിക്കുന്ന ഈ ഒരു സ്വഭാവത്തിനാണ് സമഗ്രത എന്ന് പറയുന്നത്. ഒരേ സമയം വൈവിധ്യവും ഏകതയും പ്രദർശിപ്പിക്കുന്ന ആ വിന്യാസമുണ്ട്. ശരിക്കും വിരുദ്ധങ്ങളാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ രണ്ടും ചേരും, രണ്ടും ഒന്നായി നിൽക്കും. ഒരേ സമയം രണ്ടും ഒന്നായി നിൽക്കും. എന്നാ പിന്നെ രണ്ടും രണ്ടായി പറഞ്ഞാൽ പോരെ. എമർജൻസി അല്ലെങ്കിൽ മറ്റേ ഉത്ഭവ വിന്യാസം എന്നും സ്വയംപൂർണ്ണ വിന്യാസം എന്ന് രണ്ടായി പറഞ്ഞാൽ പോരെ. അല്ല, രണ്ടായി പറയരുത്. രണ്ടായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏകത എന്നുള്ളത്, ഈ സമഗ്രത എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല. സമഗ്രത ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ, രണ്ട് പാരഡോക്സുകൾ ഒരുമിച്ച് ചേരുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് സമഗ്രമാകുന്നത്. അതുകൊണ്ടാണ് സമഗ്ര വിന്യാസം എന്ന് പറയുന്നത് ഈ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച വിന്യാസം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറയുന്നത്. സ്വയം സംഘാടനം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ സമഗ്രത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ സമഗ്ര വിന്യാസം എന്ന് പറയുന്നത് ഒറ്റ വിന്യാസമല്ല. സമഗ്രതയ്ക്ക് അത് ഒട്ടേറെ ഘടകങ്ങൾ ഇനിയും വരാം. നമ്മൾ പ്രാധാന്യമുള്ളത് മാത്രം പറഞ്ഞു പോകുന്നു. അപ്പൊ അതില് ഈ രണ്ട് വിന്യാസങ്ങൾ, വിഭവ വിന്യാസവും സ്വയംപൂർണ്ണ വിന്യാസവും. സ്വയംപൂർണ്ണ വിന്യാസത്തെ നമ്മൾ വിളിക്കുന്നത് ഹോളോൺ എന്നാണ്. ഹോളോൺ, മറ്റേത് എമർജൻസ് എന്ന് പറയും. ഇത് രണ്ടും സയൻസിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ആ ഹോളോൺ എന്നുള്ളത് ഹോളിസ്റ്റിക് ആയിട്ട് മാത്രം മനസ്സിലാക്കുന്ന ആളുകൾക്ക് പിടികിട്ടുന്ന ഒരു കാര്യമാണ്. ഇവ രണ്ടും ചേർത്തുകൊണ്ടാണ് സമഗ്ര വിന്യാസം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കാണുന്ന എല്ലാ
സംവിധാനങ്ങളിലും വ്യവസ്ഥകളിലും ഇത് കണ്ടറിയാൻ, ഈ സ്വയംപൂർണതയും അതിന്റെ ഉത്ഭവവും പ്രത്യക്ഷമാകലും കണ്ടറിയാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.